കുട്ടികളോട് ഇപ്പോൾ അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ ഭാഗത്തു നിന്ന് ഓരോരോ ഈവൻസ് ഒക്കെ ഉണ്ടാകും. ഒന്നെങ്കിൽ അവർ പറയും എനിക്ക് മിഠായി മേടിക്കാൻ കാശ് തരാൻ പറയും, ഐസ്ക്രീം മേടിക്കാൻ കാശ് തരാൻ പറയും. ഒരുപക്ഷെ അവർ പനിയായിട്ടിരിക്കായിരിക്കും, നമുക്കറിയാം ഇപ്പൊ ഐസ്ക്രീം തിന്നാൻ പറ്റുന്ന സാഹചര്യമല്ല. പക്ഷെ അവരോടുള്ള അറ്റാച്ച്മെന്റിന്റെ പേരിൽ നമ്മൾ പിന്നെ പോട്ടെ ഒരെണ്ണം തന്നേക്കാമെന്ന് പറയും. ഇതാണ് അറ്റാച്ച്മെന്റ്. അറ്റാച്ച്മെന്റ് വന്നു കഴിയുമ്പോൾ വേണ്ട ആക്ഷൻ വേണ്ട പോലെ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ NLP പഠിപ്പിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഉള്ളിൽ ഒരു ചിന്ത വന്നിട്ട് ആ ചിന്തയ്ക്കനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഉള്ളിൽ ചിന്ത വരുമ്പോൾ തന്നെ നമ്മൾ ആ ചിന്തനെ പഠിക്കും. പഠിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ ആ വരുന്ന റിസൾട്ട് എനിക്കും അതുപോലെ തന്നെ എൻ്റെ കുട്ടികൾക്കും ഭാവിയിൽ ഗുണം കിട്ടുന്ന എന്താണോ അതിനനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോഴാണ് നമ്മൾ നോൺ അറ്റാച്ച്മെന്റിലേക്ക് എത്തുന്നത്. അല്ലെങ്കിൽ ഈ അറ്റാച്ച്മെന്റിന്റെ പേരിൽ കേൾക്കുമ്പോഴേ നമ്മൾ അവരെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കൂടെ നമ്മൾ പ്രവർത്തിക്കും. പക്ഷെ ഇൻ ദ ലോങ് റൺ അത് അവർക്ക് ഉപദ്രവമായിട്ട് വരും. എൻ്റെ കുട്ടിക്ക് വേദന ഉണ്ടാകാൻ പാടില്ല, അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മുഴുവൻ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ധാരണയിൽ അറ്റാച്ച്മെന്റിന്റെ പേരിൽ നമ്മൾ സത്യത്തിൽ അവരെ നശിപ്പിക്കുക ചെയ്ത്. ഇപ്പം നിങ്ങൾ പലരും പറഞ്ഞു ഈ ഡിറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ NLP ഈ പറഞ്ഞ ഒരു 6 ദിവസത്തെ ക്ലാസ് പഠിച്ചു കഴിയുമ്പോൾ തന്നെ ഏതാണ്ട് ഒരു ഐഡിയ കിട്ടിയിട്ട് നിങ്ങൾ അറിയാതെ കൊണ്ട് തന്നെ നിങ്ങളുടെ ചിന്തകളിൽ മാറ്റങ്ങൾ സംഭവിക്കും. അല്ലെങ്കിൽ നമ്മൾ മനഃപൂർവ്വം ഡിറ്റാച്ച് എന്ന് പറഞ്ഞിട്ട് ഇത് നടക്കുന്ന കാര്യമല്ല. ഈ ഒരു 5 ദിവസത്തെ ക്ലാസ് കൊണ്ട് ഏതാണ്ട് നിങ്ങൾ ആ ഒരു ലെവലിൽ എത്തും. ഓട്ടോമാറ്റിക്കലി നിങ്ങളത് അവരിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആകും. അതുകൊണ്ടാണ് ഈ പല ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത ആൾക്കാർ പറയുന്നത്, ഞങ്ങൾക്കിപ്പോൾ ജീവിതം വളരെ സുഖമായിട്ട് തോന്നുന്നുണ്ട്, ആരുടെയും ഒരു പ്രശ്നമായിട്ട് ഞങ്ങൾക്ക് തോന്നാറില്ല. അല്ലെങ്കിൽ ലോകത്തിലുള്ളവരുടെ എല്ലാവരുടെയും കാര്യങ്ങളും നമുക്കൊരു പ്രശ്നമായിട്ട് വരും. അപ്പം നമ്മൾ പത്രത്തിൽ ഓരോരോ കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ അതുമായിട്ട് അറ്റാച്ച്ഡ് ആയി പോകും. അറ്റാച്ച്ഡ് ആയിട്ട് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ശരിക്കുള്ള ഉത്തരവാദിത്തങ്ങളിലേക്ക് പോകാൻ നമുക്ക് പറ്റാതെ വരും. കാരണം അതിൻ്റെ ശക്തി ഇല്ലാതെ വന്നിട്ട് വി വിൽ സ്റ്റാർട്ട് സഫറിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ സഹിക്കേണ്ടതായിട്ട് വരും. ജീവിതം ഒരു സഹനമായിട്ട് എപ്പോഴും മാറും. അതില്ലാതെ കൊണ്ട് ജീവിതത്തെ ജീവിതമായിട്ട് കണ്ടിട്ട് വളരെ ഈസി ആയിട്ട് സന്തോഷകരമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് സഫറിങ് ഉണ്ടാകാൻ പാടില്ല. സഫറിങ് എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ തലത്തിലുള്ള വേദനയ്ക്കാണ് സഫറിങ് എന്ന് പറയുന്നത്. പുറമേയുള്ള കാര്യങ്ങൾ കാലൊടിയുക, കൈയൊടിയുക, മരണം സംഭവിക്കുക എന്നൊക്കെ പാർട്ട് ഓഫ് ലൈഫ്, അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അത് എങ്ങനെയായാലും ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷേങ്കിൽ ഈ മനസ്സിൻ്റെ സഫറിങ്ങിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ സാധിക്കും ഡിറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ. ആ ഡിറ്റാച്ച്മെന്റ് ലെവലിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഈ NLPയുടെ റെഗുലറായിട്ട് കുറേ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ലെവലിൽ എത്തും. പക്ഷേ നിങ്ങൾ അറിയില്ല. നിങ്ങൾക്ക് ആ സന്തോഷം കിട്ടിക്കഴിയുമ്പോൾ NLP കൊണ്ടാണ് കിട്ടിയെന്നുള്ളത് നിങ്ങൾ ഗ്രാജുവലി അത് മനസ്സിലാക്കുകയും ചെയ്യും. ഇത്രയേ ഉള്ളൂ ഈ അറ്റാച്ച്മെന്റ് ഡിറ്റാച്ച്മെന്റിനെ പറ്റി ഇവിടെ പറയാനുള്ളത്. അപ്പൊ അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ മിസറി വരും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനിപ്പോൾ NLP പഠിക്കേണ്ട കാര്യമില്ല. പക്ഷെ ആ ലെവലിലേക്ക് എങ്ങനെ എത്താം അതിനുള്ള ഒരു പോംവഴിയാണ് NLP എന്ന് പറയുന്നത്.